ഹലോ എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിയാക്ഷൻ വീഡിയോ ആണ്, ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ്. ഗൗതം വാസുദേവ് മേനോൻ എന്ന ബ്രാൻഡ് ഡയറക്ടർ ഡയറക്ട് ചെയ്ത് നമ്മുടെ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായിട്ട് വരുന്ന ദ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു ടീസറാണ്. ഒരു സ്നീക്ക് പീക്ക് വീഡിയോ പോലെ വന്ന് അധികം ഓളമൊന്നും ആ ഒരു ടീസർ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സിനിമയെ പറ്റിയിട്ട് അറിയാനായിട്ട് ഇതിന്റെ ട്രെയിലറിനായിട്ടാണ് കാത്തിരുന്നത്. ഈ ഒരു സിനിമ അർഹിക്കുന്ന ഒരു ഹൈപ്പ് ഇതുവരെ ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാനായിട്ട്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്. കാരണം ഗൗതം വാസുദേവ് മേനോനെ പോലെ ഒരു ബ്രാൻഡ് ഡയറക്ടർ, കാക്കി കാക്കി, വേട്ടയാട് വിളയാട്, വിണ്ണെ താണ്ടി വരുവായ, വാർണായിരം, ഇതേപോലെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ മലയാളത്തിലേക്ക് വരുന്നു, അതും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്കൊപ്പം. ഓക്കെ, അപ്പൊ ആ ഒരു പടത്തിന് കിട്ടേണ്ട ഡിസർവ് ചെയ്യുന്ന ഒരു ഹൈപ്പ് ഇതുവരെയും ഈ ഒരു പടത്തിലേക്ക് വന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രെയിലറോട് കൂടി അത്യാവശ്യം പടത്തിന് ഹൈപ്പ് കയറും എന്ന് വേണം കരുതാനായിട്ട്. ആർക്കും ഹൈപ്പ് ഇല്ലെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം മമ്മൂട്ടി എന്ന താരത്തെ അല്ലെങ്കിൽ നടനെ ഗൗതം വാസുദേവ് മേനോൻ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, എത്തരത്തിലുള്ള ക്യാരക്ടറാണ് മമ്മൂട്ടിക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. അത് മാത്രമല്ല, ഈ ഒരു മാസം ലാലേട്ടനും മമ്മൂക്കയും ഒരു ക്ലാഷ് റിലീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരാഴ്ചത്തെ ഗ്യാപ്പിലാണ് തുടരവും നമ്മുടെ ഡൊമിനിക്കും റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു കൗതുകവും ഉണ്ട്. എന്തായാലും രണ്ടുപേരുടെയും പടം ജാനുവരിയിൽ നമുക്ക് തിയേറ്ററിൽ കാണാൻ കഴിയും. അത് മാത്രമല്ല 3 മാസത്തിൽ 2 പടങ്ങളാണ് രണ്ടുപേരുടെയും തിയേറ്ററിൽ എത്താൻ പോകുന്നത്. ബസൂക്കയും ഫെബ്രുവരിയിൽ റിലീസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതേപോലെ തന്നെ എമ്പുറാൻ മാർച്ച് 27-ാം തീയതി. 2025 എൻ്റെ ആദ്യത്തെ റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ ട്രെയിലർ. കുറച്ച് നാളായി ഞാൻ റിയാക്ഷൻ വീഡിയോസ് കേട്ടിട്ട്. എനിവേ, പടത്തിന്റെ ട്രെയിലർ നമുക്ക് നടക്കാം. റെഡി. വെൽക്കം ടു ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി. എനിക്കാണെങ്കിൽ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ ഈ ഡാൻസ് അല്ല, ഇത് ഭരതനാട്യമാണ്, ക്ലാസിക്കൽ ഡാൻസ്. മമ്മൂട്ടി കമ്പനി, മമ്മൂട്ടി. Get ready for your first case with us. How do you do this, sir? A ഗൗതം വാസുദേവ് മേനോൻ ഫിലിം. Concentration. ഹലോ മിസ്റ്റർ ഡൊമിനിക്. അയ്യോ, തീരെ പ്രതീക്ഷിച്ചില്ല. അഡ്രസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്റ്റീവ്സിന്റെ പോസ്റ്റർ ആണല്ലോ. സർവീസിലായിരുന്നു ഇപ്പൊ ഇതൊക്കെ സ്ഥിരം പതിവില്ലേ. ഒരു സൈഡ് ഞാൻ ഒറ്റ, മറ്റേ സൈഡിൽ മരട് സുനി, ഷാജി. ഒറ്റയടിക്ക് ഞാൻ എല്ലാത്തിനും പൊടിച്ചു മുളത്തി. ഡൊമിനിക്ക്, എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ഒരു പേഴ്സ് കിട്ടിയടാ. അത് ആരുടെയാണ്? ഒന്ന് കണ്ടുപിടിക്കാം. It is too simple a case for me. സർവീസിലായിരുന്നപ്പോഴേ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ അനക്കത്തില്ലായിരുന്നു. Now I am sure that I'm on the right track. ഞങ്ങൾ അവസാനമായി എടുത്ത ഫോട്ടോ ആ ഡിസംബറിൽ ഒരു മിസ്സിംഗ് പേഴ്സണൽ തുടങ്ങിയത് ഇപ്പോൾ പാൻ മിസ്സിംഗ് കേസ് 2 എണ്ണമായി. ഇനി മർഡർ ബലം വരാനുണ്ട്. ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ തന്നെയാണ് മർഡർ ചെയ്തത്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. Don't spoil the movie for us. നീ ഇനി എന്താ ചെയ്യാൻ പോണേ? Now I don't have a choice. I will find the killer. എപ്പടി ഞാൻ പണ്ടുപോലെ എങ്ങനെയാ, ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ് വരെ പോകും. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഇംപ്രസ്ഡ്. ശരിക്കും ഇംപ്രസ്ഡ്. ശരിക്കും ഈ ഒരു ട്രെയിലറിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ പോലും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഒരു നോട്ടീസ് പോലെ, ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് പോലെ, ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഒരു നോട്ടീസ് പോലെയാണ് ആ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ ഉണ്ടായിരുന്നത്. അതിനകത്ത് തന്നെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. ഈ ഒരു ട്രെയിലർ എന്നെ ശരിക്കും ഇംപ്രസ് ചെയ്യിപ്പിച്ചു. കാരണം ഈ ഒരു ട്രെയിലർ തുടങ്ങുന്ന ഒരു ഫൺ എലമെന്റോട് കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു നൈസായിട്ട് സിമ്പിളായിട്ട് ഒരു ചെറിയ മാസും സ്റ്റണ്ടും ഒക്കെ കാണിച്ച് ആ ഒരു ത്രില്ലിംഗ് എലമെന്റ്സിലേക്ക് കടക്കുന്ന കണക്ക് ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിലർ. സിനിമയും അതേപോലെ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂക്കയ്ക്ക് ഒരു കിഡിലൻ ക്യാരക്ടർ ഗൗതം വാസുദേവ് മേനോൻ കൊടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും ഇതിനകത്ത് ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ട്, അതിനകത്ത് ഫൈറ്റ് ഉണ്ട്, ഫണ്ണി എലമെന്റ്സ് ഉണ്ട് എന്നൊക്കെ ഈ ഒരു ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു ട്രെയിലറിന്റെ തംബ്നെയിൽ പോലും കൊടുത്തിരിക്കുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ്. ഒരു പേഴ്സ് തുറന്നിട്ട് മമ്മൂക്ക അതിലൂടെ നോക്കുന്ന രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനി എന്ന ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ കയ്യിൽ നിന്ന് ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഇതുവരെ വന്നിട്ടുള്ള സിനിമകളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ് മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസ് പുറത്തു വെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമയിലും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജേണറിൽ പടം വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ളൊരു ജേണറിൽ വരുന്ന ഒരു സിനിമ, ആ ഒരു ജേണറിനോട് നീതി പുലർത്തുന്ന ഒരു ട്രെയിലറാണ് പുറത്തു വിട്ടിട്ടുള്ളത്. എനിവേ, എനിക്ക് ഈ ഒരു സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പ്രതീക്ഷയുണ്ട്. ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും പ്രതീക്ഷ കൂടി. കിടിലിനാവട്ടെ. എന്തായാലും ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പടം, അതാണ് പ്രതീക്ഷ. അതാണ് ഈ ഒരു ട്രെയിലറും പറയുന്നത്. എന്തായാലും കണ്ടു നോക്കാം. ആ ഒരു ട്രെയിലറിന്റെ ആ ഒരു പോക്ക് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഫണ്ണിൽ നിന്ന് ചെറിയ രീതിയിൽ ഒരു മാസ് ഫൈറ്റ് ഒക്കെ കാണിച്ച് പെട്ടെന്ന്
ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന്റെ ആ ഒരു മൂഡിലേക്ക് പോയി പിന്നെയും തിരിച്ച് ഫണ്ണിലേക്ക് ഇറങ്ങി വന്ന് അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇംപ്രസ്ഡ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമന്റ് ചെയ്തിരിക്കുക. എന്തായാലും അടുത്തതായിട്ട് നമ്മുടെ തുടരും സിനിമയുടെ അപ്ഡേറ്റിനായിട്ടാണ് കാത്തിരിക്കുന്നത്. ഈ ഒരു അടുത്ത് തന്നെ ഒരു ടീസർ അനൗൺസ്മെന്റ് ഒക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 30-ാം തീയതി ആണല്ലോ സിനിമയുടെ റിലീസ്. അതേപോലെ തന്നെ എംപുറാന്റെ ഒരു അപ്ഡേറ്റ് ഈ ഒരു മാസം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പറയുന്നത് കേട്ടു, എംപുറാന്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന്. എനിവേ അതിനായിട്ടൊക്കെ കാത്തിരിക്കാം. എന്തായാലും ഞാൻ നല്ല പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് ഡൊമിനിക്. ആ ഒരു പ്രതീക്ഷ കൂട്ടി ഈ ഒരു ട്രെയിലർ. തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു.